ഇതെന്റെ ആദ്യത്തെ എക്സ്പീരിയൻസാ. ചേച്ചി ഇത്തിരി പഞ്ചസാര തരുമോ? ലെറ്റ്സ് ട്രൈ ദിസ് എന്നതാക്കി കൂർഗി മീൽ അല്ലെങ്കിൽ കൊടവ മീൽ, തമിഴ്നാട് സ്പെഷ്യൽ കോളിഫ്ലവർ ബജി. ഇപ്പോൾ ഈവനിങ് നമ്മൾ ജാപ്പനീസ് ഡിഷ്. വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ വീഡിയോൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞപ്പോഴേ ജിജോവും മന്നയും ജോർജിയൊക്കെ ജീവനും കൊണ്ട് ഓടിയിട്ട് വാട്ട് ഐ ഈറ്റിൻ്റെ വീഡിയോ ആ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഭൂട്ടാനിലെ ഒരു ഡിഷ് ട്രൈ ചെയ്യാൻ പോണേ. ആൻഡ് ലഞ്ചിന് ഞാനിപ്പോൾ കൂർഗിൽ പോയി വന്നേയുള്ളൂ. അപ്പോൾ കൂർഗി ഡിഷ് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ഓർത്തു. ആൻഡ് ഡിന്നറിന് ജപ്പാനായിരിക്കും, ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ല, ഇതിലേതെങ്കിലും ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ എല്ലാം കോസ്റ്റ്യൂമും കൂടി ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അതാണ് ഇവരെല്ലാവരും ഓടിയത് ജീവനും കൊണ്ട്. അമ്മയ്ക്ക് എന്തോ പറ്റി. ഇപ്പം ഞാൻ അന്ന് പ്രസ്റ്റീജിൻ്റെ തന്നെ ഗാർഡൻ്റെ ഒരു ഏരിയയിൽ വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. വെജിറ്റബിൾസ് അല്ല, കുറേ ഗ്രീൻ ചില്ലിയൊക്കെ അത് നിറച്ചിട്ടുണ്ടായിട്ടുണ്ട്. അത് പറിച്ചിട്ട് നമ്മൾ ഭൂട്ടാൻ ഡിഷ് എമദാക്ഷി ഉണ്ടാക്കും. എഗ്സിന്റെ ഒരു സിമ്പിൾ പ്രിപ്പറേഷൻ. അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഫുൾ മഴ വന്ന കാരണം എല്ലാ മുളകും ഇന്ന് തന്നെ പൊട്ടിച്ചില്ലെങ്കിൽ എല്ലാം പോകുന്നു പറഞ്ഞു. അത് കാരണം ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ അടുപ്പിച്ച് വെച്ച കാരണം പൊട്ടിക്കാൻ ഇത്തിരി പാടായി പോയി. പക്ഷെ നിറച്ചും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതെന്റെ ആദ്യത്തെ എക്സ്പീരിയൻസാ. ഇത് ഏത് മുളകാന്ന് എനിക്കറിയില്ല. ഇതിനി ഗ്രീൻ ആവുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ ആ വലിയ ഉണ്ട മുളകില്ലേ എരിവുള്ളത്, അത് കണ്ട, അത് നിറച്ചും ഉണ്ടായിട്ടുണ്ട്. ഞാനിതിപ്പോൾ കാണിക്കാൻ കാരണേ ചെറിയ സ്പേസ് ആണെങ്കിലും അത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ, ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ. എനിക്ക് ഈ പൂക്കളൊന്നും വലിയ ഇഷ്ടമില്ല. ഇതുപോലെ വെജിറ്റബിൾസ് ഉണ്ടാകാനുണ്ടല്ലോ. അതിൽ ഏറ്റവും ഈസി പച്ചമുളകാന്ന് തോന്നുന്നു. തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ അത് കഴിഞ്ഞിട്ട്. പക്ഷെ മരുന്നടിച്ചായിരുന്നു കേട്ടോ. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവർ പറഞ്ഞ മരുന്നടിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഇനി ഇത് ഇത്രയും പെട്ടെന്ന് ശരിയായെന്നറിയില്ല. 1.5 മാസം എടുത്തോളൂ. ഈ മുളക് പെട്ടെന്ന് പിടിക്കാൻ ഭയങ്കര പാടാന്നൊക്കെ അന്ന് ഞാൻ മേടിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ഈസി ആയിട്ട് വന്നു. പിന്നെ ഞാൻ അന്നൊരു 50 ചെടിയെങ്കിലും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 10 ചീത്തായി പോയുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ ഉണ്ടായി. പിന്നെ അത് വെള്ളക്കാന്താരിയാണോ? ഇത് കാന്താരി, പക്ഷെ ഇത്തിരി സൈസ് ചെറുതല്ലേ, അതാണ് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറിക്കുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ എഗ്സ് ഉണ്ടാക്കാൻ പോണേ, ഭൂട്ടാൻ ഡിഷ്. ഈ വൈറ്റ് മുളക് കണ്ടോ, ബൾബ് ഇട്ട പോലെ നിറച്ചും ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ പൊട്ടിക്കൽ ഇത്തിരി പാടായിട്ടാ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, അത്ര അധികം ഉണ്ട്. ഒരു കൊട്ട നിറച്ച് മുളക് കിട്ടിയിട്ടുണ്ട്. പുതിനയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇപ്പം മഴയായതുകൊണ്ട് കേടായി തുടങ്ങി. അപ്പോൾ അത് കാരണം അതും പറിച്ചിട്ട് കൊണ്ടുപോകാൻ പോവാം. ആൻഡ് തുളസി അന്ന് വെച്ച എല്ലാ സാധനം. ഇത് പാഷൻ ഫ്രൂട്ട് കണ്ടോ. ആൻഡ് നമ്മുടെ പപ്പങ്ങ മരം അതെല്ലാം വലുതായി. ഇത്രയും വലുതായി 1.5 മാസം കൊണ്ട്. അങ്ങനെ വലുതാവൂ. റോസ്മേരി, ലെമൺ ഗ്രാസ് എല്ലാം സെറ്റ്. ഇത്രയധികം മുളകിൻ്റെ ഇവിടെ ആവശ്യമില്ല കേട്ടോ. പക്ഷേ അപ്പോൾ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ നിർത്തും. കഴുകി തുടച്ചിട്ട് ഞെട്ട് കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ നമ്മുടെ ഡിഷ് ഇപ്പം ഉണ്ടാക്കാം. മുളക് ചമ്മന്തി ഉണ്ടല്ലോ, കപ്പയും മുളക് ചമ്മന്തി, അതും കൂടി ആക്കാമെന്ന് ഓർത്തു. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ കൊതി വന്നിട്ട് വയ്യ. മുളക് കണ്ടിട്ട് 2 മുളകിൻ്റെ എരിവൊന്ന് നോക്കാട്ടാ. കുറച്ച് പേടിയുണ്ട്. ഉണ്ടമുളക് ഭയങ്കര എരിവാന്നല്ലേ പറയാറ്. എന്നാൽ ഞാൻ വൈറ്റ് ആദ്യം ട്രൈ ചെയ്യാം. തീർന്നു ഇന്നത്തേക്ക് തീർന്നേട്ടാ. ഇപ്പോൾ കുഴപ്പമില്ല. ചേച്ചി ഇത്തിരി പഞ്ചസാര തരുമോ? ഇത് വൈറ്റ് ഒടുക്കത്തെ എരിവാണ്. ഞാൻ ഈ ഇത് ഉണ്ടമുളകൊന്ന് ഇത് എരിവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിന് തൊണ്ട് കുറച്ചുള്ളതുകൊണ്ട് അതിന് എരിവില്ല. ഉള്ളിലോട്ട് പോകുമ്പോൾ എരിവുള്ളൂ. പക്ഷെ വൈറ്റ് നോക്കണ്ട കേട്ടാ. ഞാൻ രണ്ടും കൂടി ചേർത്ത് ഇപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാം. കപ്പയുടെ ചമ്മന്തി, പഞ്ചസാര. അയ്യോ രക്ഷയില്ലട്ടാ. മുളക്, ഉള്ളി, ചെറിയ ഉള്ളി, വാളംപുളി, ഉപ്പ്, കല്ലുപ്പ്, വെളിച്ചെണ്ണ. അതെല്ലാവരും ഉണ്ടാക്കണതല്ലേ. ബട്ട് ഇതിപ്പോൾ നമ്മുടെ ഹോം ഗ്രോൺ പച്ചമുളക് വെച്ചിട്ട്. പ്ലീസ്, സ്ഥലമുള്ളവർ ഞാൻ പറയണ പോലെ ചെയ്യണേ. 1.5 മാസം കൊണ്ട് ഇതുപോലെ മുളക് റെഡിയാവും. ഉടുക്കത്തൊരു വേണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉള്ളി ഇട്ടു. ഞാൻ വെളിച്ചെണ്ണ ഇട്ടു നന്നായിട്ട്. അല്ലാതെ കഴിക്കാൻ പറ്റില്ല, അത്ര എരിവ്. കപ്പ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കപ്പയും മുളക് കൊണ്ടുള്ള ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഇതിൻ്റെ റെസിപ്പി പറയേണ്ടതല്ലോ, എല്ലാവരും ചെയ്യണതല്ലേ. മുളകിനെല്ലാം സെയിം തന്നെ കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എൻ്റെ അമ്മ കപ്പയും മുളകും ഒരു രക്ഷയില്ല. ഇനി നമ്മുടെ ഭൂട്ടാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. അപ്പോൾ ഞാൻ അവരുടെ കോസ്റ്റ്യൂം എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെറുതായിട്ട് ഒപ്പിച്ചു. എനിക്കൊന്ന് 2 കൊല്ലം മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മൊത്തം ഫേമസ് ആയിരുന്നു. എമദാക്ഷി എന്ന് പറഞ്ഞിട്ട് എഗ്ഗിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. ആൻഡ് ഭയങ്കര സിമ്പിൾ. അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. എമദാക്ഷി എഗ്സ് ഉണ്ടാക്കാനായിട്ട് ഓയിൽ, ബട്ടർ, എഗ്, സവാള, ഗാർലിക്, തക്കാളി, പച്ചമുളക്, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഞാൻ ബട്ടറും സൺഫ്ലവർ ഓയിലും ഇട്ടിട്ടുണ്ട്. ഇനി മെയിനായിട്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത്, സവാള നീളത്തിലരിഞ്ഞ്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഞാനിപ്പോൾ 2 എഗ്സാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിനി നന്നായിട്ടൊന്ന് സോഫൻ ആവട്ടെ. ഇനി ടൊമാറ്റോ നീളത്തിലരിഞ്ഞിട്ട് ഇനി മെയിനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം. നന്നായിട്ട്
നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫൻ ആവണം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ മൂടി ലോ ഫ്ലെയിമിലിരിക്കട്ടെ. ചീസ് ചെഡർ ചീസായാലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അമുലിൻ്റെ സ്ലൈസ് ചീസും ക്യൂബ് ചീസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇതിനൊന്ന് മെൽറ്റ് ചെയ്യാം. നന്നായിട്ട് ഈ വെള്ളവും ഈ ചീസുമായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ സ്റ്റർ ചെയ്തൊന്ന് ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കാം. ആക്ച്വലി എമദാക്ഷി എപ്പോഴും ഇത്രയേ ഉള്ളൂ, ഗ്രേവിയും റൈസും കൂടി അവർ സെർവ് ചെയ്യണേ. ബട്ട് നമുക്കിന്ന് ഇപ്പോൾ എഗ്സും കൂടി ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി മൂടി വെച്ചിട്ട് എഗ്സ് കുക്കാവണ വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിരിക്കട്ടെ. എഗ്സ് അങ്ങനെ ഓവറായിട്ട് കുക്കാവണ്ടട്ടെ, കുറച്ചൊന്നൊരു വാട്ടറി ആയിട്ട് ഇരിക്കണം നല്ലത്. സണ്ണി സൈഡിലൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കട്ടേക്ക്. യെസ്, നമ്മുടെ ഭൂട്ടനീസ് ഡിഷ് എമദാക്ഷി, വൈറൽ ഡിഷ് എന്ന് വേണം പറയാൻ. വൈറൽ ഡിഷ് എമദാക്ഷി റെഡി. ഇതുപോലെ തന്നെ ചിക്കനിലും പനീറിലൊക്കെ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ബട്ട് അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് അവരുടെ ക്രോക്കറീസിനെ പറ്റി വലിയ ഐഡിയ കിട്ടിയിട്ടില്ല കേട്ടോ. ചില ഫോട്ടോസിൽ അവർ ഇങ്ങനെ ബ്ലൂ പ്രിൻറ്റഡൊക്കെയാണ് യൂസ് ചെയ്തേക്കണേ. ചിലതിൽ ഭയങ്കര റസ്റ്റിക് ആയിട്ടുള്ള പാത്രങ്ങളാണ് യൂസ് ചെയ്തേക്കണം. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ വുഡിൻ്റെ എടുത്തു. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. പച്ചമുളകിൻ്റെ പിക്കിള് കളേഴ്സ് അവരുടെ ടേബിൾ പൊതുവേ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എല്ലാം ടേബിളിലെല്ലാം ഇങ്ങനത്തെ ടൈപ്പ് കളേഴ്സാണ്. കരിങ്കല്ലിൻ്റെ, വുഡിൻ്റെ, പിന്നെ ഈ ബ്ലൂ പ്രിൻറ്റ് ആൻഡ് ഒരു ടീയും ഉണ്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. ബട്ട് അതൊന്നും നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് കിട്ടാൻ സ്കോപ്പില്ല. ബട്ട് അതൊക്കെ എൻ്റെ ലേറ്റർ ഓൺ വീഡിയോസിൽ ഇങ്ങനെ വരുന്നതായിരിക്കും. ലെറ്റ്സ് ട്രൈ ദിസ് എമദാക്ഷി. ഇത് അങ്ങനെ ഒരിക്കലും ഫ്ലോപ്പ് ആവാനില്ല. ബിക്കോസ് ചീസ് ആൻഡ് എഗ് നല്ല കോമ്പിനേഷനാണ് വിത്ത് ഗ്രീൻ ചില്ലി. പൊളി കിട്ടാം. ഞങ്ങളുടെ പച്ചമുളക് അച്ചാർ ഇത് എൻ്റെ താഴത്തെ ഗാർഡനിലുണ്ടായതാണ്, വീഡിയോയിൽ കണ്ടത്. ഇത് കുറച്ചുകൂടി ഇരിക്കാനുണ്ട്, ഭയങ്കര എരിവ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്തോ, സിമ്പിളാണ്. ആൻഡ് ഈവൻ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലോട്ടൊക്കെ ഇല്ലേ, ഒരു തീം വെച്ചിട്ട് ഒരു കോസ്റ്റ്യൂം ഇതുപോലെ. ഇനി വരാൻ പോണ ഐഡിയ ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ. നമ്മുടെ കൾച്ചറിന് കുറച്ചും കൂടി ചേർന്നത് ഇനി നെക്സ്റ്റ് ലഞ്ചിൻ്റെ ഐഡിയ. ഇനി ലഞ്ചിന് കൂർഗി മീൽ അല്ലെങ്കിൽ കൊടവ മീൽ. അവരുടെ കോസ്റ്റ്യൂം ഇങ്ങനെയാണ് കേട്ടോ. സാരി ഒരു പ്രത്യേക സ്റ്റൈലിലാണ് കൊടുക്കുന്നത്. ആൻഡ് ഈവൻ ജ്വല്ലറിക്ക് വരെ അവർക്ക് വേറൊരു പാറ്റേൺ ഉണ്ട്. ബട്ട് ഇതിപ്പോൾ അതാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഏകദേശം എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ച് ഒപ്പിച്ചു. ആൻഡ് ഇത് ഇന്നലെ തൊട്ട് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്, കാരണം കുറേ മീറ്റ് ഉണ്ട് ആൻഡ് അക്കി റോട്ടി, കടുംപുട്ട്, അങ്ങനെ 2-3 സാധനങ്ങളുണ്ട് ഈ ലഞ്ചിൻ്റെ കൂടെ തന്നെ അവർ സെർവ് ചെയ്യണേ ഓർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. അപ്പം ഞാൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അക്കി റോട്ടി ഞാൻ 2 ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരെണ്ണം അനിയനും നമ്മുടെ ക്യാരറ്റൊക്കെ ഇട്ടതും, നമ്മുടെ പത്തിരിയുടെ തന്നെ ചുട്ടൊരു വേർഷൻ. ഇതിവിടെ ഉണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് പത്തിരി മേടിച്ചിട്ട് ചുട്ടു. ഇതാ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള അക്കി റോട്ടി. നമുക്ക് നോൺ വെജിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് കൂഗി മീൽസ്. ഇവരുടെ ഡിഷസിലെല്ലാം തന്നെ മെയിനായിട്ട് ഈ കച്ചംപുളി, നമ്മുടെ കൊടംപുളീൻ്റെ അവിടെ തന്നെ അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഹോം മെയ്ഡ് വേർഷൻ. കൊടംപുളിയാണ് മെയിൻ ടേസ്റ്റായിട്ട് നിൽക്കണേ. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ടൈം കൂർഗിൽ പോയപ്പോൾ മേടിച്ചു. ഓൺലൈനിലും കിട്ടും, ഹോസ്റ്റലിൽ കിട്ടും എന്ന് പറഞ്ഞാൽ ആരൊക്കെയോ. ആൻഡ് പോർക്കിൽ അങ്ങനെ കുറേ ഡിഷസിൽ, മീൻ വറുത്തതിൽ എല്ലാത്തിലും അവർ ഈ കച്ചംപുളി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കച്ചംപുളി മേടിച്ച് വെച്ചിട്ട് ഞാൻ ഈ റെസിപ്പീസ് എല്ലാം ഇടാം കേട്ടോ. പൊളിയാണ്, എല്ലാം തന്നെ നല്ലതായിരുന്നു. പോക്കാണ് ഏറ്റവും ബെസ്റ്റ്. ഈ അക്കി റോട്ടി ശരിക്കും നമ്മുടെ പത്തിരിയിൽ മസാലയൊക്കെ ഇട്ട് കഴിക്കണ പോലെയാണ്. ഈ അണിയനും ക്യാരറ്റൊക്കെ ഇല്ലേ. അവിടുത്തെ മെയിൻ ഡിഷ് പോക്കാണ് കേട്ടോ. പോക്ക് ഞങ്ങൾ പോയ എല്ലാ സ്ഥലത്തും തന്നെ പോക്ക് ട്രൈ ചെയ്തായിരുന്നു. ആൻഡ് അവിടെ നിന്ന് തന്നെ ഞാൻ റെസിപ്പി മേടിച്ചു. ഇത് ശരിക്കും അവരുടെ പോലെ തന്നെ അത് വരികയും ചെയ്തു. മെയിനായിട്ട് ഈ കച്ചമ്പുളിയാണ് വ്യത്യാസം വരുത്തുന്ന സാധനം. നല്ല പുളിയുണ്ട് അതിന്. ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ. ആൻഡ് സ്ലോ കുക്ക് ചെയ്തു. അതാണ് ഞാൻ ചെയ്തത്. നെയ്യ് എടുക്കട്ടെ. ഞാൻ ചോദിച്ചപ്പോൾ ഇത്തിരി പുളി കൂടിപ്പോയി, കച്ചമ്പുളി. പുളി അവരുടെ പ്രിപ്പറേഷൻ എല്ലാത്തിനും നല്ല പുളിയുണ്ട്. എനിക്ക് പേഴ്സണലി പുളി കൂടുമ്പോൾ അത്രയും കഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പുളി ഒഴിക്കണേക്കാളും ഒരു ഡ്രോപ്പൊക്കെ ആണെങ്കിൽ കറക്റ്റായിരുന്നു, പെർഫെക്റ്റാണ്, നല്ല ടേസ്റ്റാണ് കറി. ഇതിപ്പോൾ പുളി ഇത്തിരി കൂടില്ല. അടുത്തത് അക്കി റോട്ടിയുടെ തന്നെ വേറൊരു, ഞാൻ പറഞ്ഞില്ല പത്തിരിയുടെ സ്റ്റൈൽ തന്നെ, ചുട്ട ടൈപ്പ് പത്തിരി. ഇതിൽ പ്ലെയിൻ പത്തിരി, നമ്മുടെ യൂഷ്വൽ തിൻ പത്തിരിയില്ലേ. ഇത് പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ യൂഷ്വൽ പത്തിരി ചുടണമല്ല എന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഓർത്തു, പക്ഷെ അതല്ല, ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ബട്ട് ഇത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഫിഷ് ഫ്രൈ ചെയ്യാം. അല്ല, ചിക്കൻ റോസ്റ്റിലാണെങ്കിലും ഒരുമാതിരി എല്ലാ പ്രിപ്പറേഷനിലും നമ്മുടെ മല്ലിയുടെ സീഡ് ഉണ്ടല്ലോ, അത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണേ. അതൊക്കെയാണ് എനിക്ക് വ്യത്യാസം തോന്നിയത്. എല്ലാത്തിലും ഉണ്ട്. ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ അത്,
ആൻഡ് മോരുകറിയിലും ജീരകവും ഉണ്ട്, തേങ്ങയുണ്ട് നന്നായിട്ട്. ഇതിലും ഉണ്ട് കച്ചമ്പുളി. ചിക്കൻ റോസ്റ്റ് എനിക്ക് നമ്മുടെ തന്നെ ഇഷ്ടം കേട്ടോ. ഇത് ടോട്ടലി വേറെ, കുറച്ചും കൂടി ഒരു റോ ടേസ്റ്റ് ഉണ്ട്. ബട്ട് പോക്ക് ബീറ്റ് ചെയ്യാനില്ല. ഫിഷ് ഫ്രൈ ട്രൈ ചെയ്യട്ടെ റൈസിൻ്റെ കൂടെ. ആൻഡ് റൈസ് ഞാനിപ്പോൾ പൊന്നിയരി എടുത്തേക്കണേ, ബിരിയാണി അരിയാന്ന് തോന്നുന്നത്. അവരുടെ വൈറ്റ് റൈസാണ് എന്തായാലും. മീൻകറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ സ്റ്റൈൽ തന്നെയല്ല. ഇതിലും മീൻകറിയിലാണെങ്കിലും മല്ലി ഉണ്ടല്ലോ, മുഴുവനായിട്ടുള്ള മല്ലി, അതിങ്ങനെ വറുത്തിട്ടിട്ടുണ്ട്. ചാറ് എടുക്കണുള്ളൂ. മീൻ വറുത്തതിൻ്റെ പ്രിപ്പറേഷൻ എനിക്ക് ഇഷ്ടം തോന്നി. ബിക്കോസ് ഞാൻ പറയാട്ടെ, ഇപ്പോൾ അത് ടോട്ടലി വേറെ രീതിയിൽ അവർ ചെയ്യണേ. മീൻകറി നമ്മുടെ തന്നെ ഇഷ്ടം എനിക്ക്. ബട്ട് നല്ലതാണ്, പക്ഷേ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഉണ്ട്. ബട്ട് മീൻ വറുത്തത് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, തരിയുള്ള അരിപ്പൊടി, അതിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടാണ് വറുക്കണേ. അത് കാരണം മുകളിൽ ഇങ്ങനെ തരി ഇത് കണ്ടോ, അതിൽ ഇങ്ങനെ മുക്കിയിട്ടാണ് അവർ വറുക്കണത്. അത് കാരണം അത് ടെക്സ്ചർ വൈസ് ഭയങ്കര നല്ല. അതാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മീൻ വറുത്തത്. പിന്നെ അവിടെ മെയിൻ ചീര അതിലും തേങ്ങയും ജീരകവും അരച്ചിട്ടുണ്ട് പാലക്കിൽ. ഇത് കണ്ടോ, ഇത്തിരി കട്ടിയുള്ള പോലെ. ആൻഡ് കടലക്കറിയും അവരുടെ എല്ലാ മീൽസിലും ഉണ്ടായിരുന്നു, കറുത്ത കടലയുടെ കറി. ചീരക്കറിയൊക്കെ നമ്മുടെ നാട്ടിൽ പോലെ തന്നെ കുറച്ചുകൂടി ജീരകമുണ്ട്, തേങ്ങയുണ്ട്. കുറേയൊക്കെ സെയിം തന്നെ. പക്ഷേ ഈ കച്ചമ്പുളിയുടെ വ്യത്യാസം വരുന്ന കാരണം ടേസ്റ്റിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം തോന്നും. എനിക്ക് മെയിനായിട്ട് ഈ അക്കി റൊട്ടി അവരുടെ അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ ഇത് ഉണ്ടാക്കിയത് ശരിയായില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അവിടെ വെച്ച് കൂടുതൽ വെച്ച് ട്രൈ ചെയ്തപ്പോൾ ഇവൻ ഈ മസാലയുള്ള അക്കി റൊട്ടിയും ഈ പോക്കിൻ്റെ കൂടെയൊക്കെ ഭയങ്കര നല്ല. ആൻഡ് കടുംപുട്ട്, അതും അവരുടെ വേറൊരു ഓപ്ഷനാണ്. നമ്മുടെ പുട്ടിൻ്റെ തന്നെ ഉണ്ട ടൈപ്പിലിരിക്കും. ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ അത് അത്ര ശരിയായില്ല. ആൻഡ് പായസവും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ പച്ചരി ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും, എന്നിട്ടാണ് അവർ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് സെയിം തന്നെ, പക്ഷേ പോർക്ക് നിർത്താൻ പറ്റണല്ലോ. ഉണ്ടോ, തരി ഉണ്ട്, പക്ഷെ അരി മുഴുവനായിട്ട് കിടക്കുമല്ല. ടേസ്റ്റ് സെയിം, എക്സാക്ട് സെയിം, ഒരു വ്യത്യാസമില്ല. അരി പായസത്തിൻ്റെ ടെക്സ്ചർ വ്യത്യാസമുണ്ട്. അപ്പം ഇനി ഈവനിങ് കാണാം. തമിഴ്നാട് സ്പെഷ്യൽ കോളിഫ്ലവർ ബജി. ആൻഡ് എൻ്റെ ഫേവറേറ്റ്, ഒരുമാതിരി കുറേ പേരുടെ ഫേവറേറ്റ് ആണത്. ആൻഡ് റെസിപ്പി ഒരിക്കലും അവിടുത്തെ അത്രയും ശരിയാവാറില്ല. ബട്ട് ഈ പ്രാവശ്യം ഇവിടെ ഷാഹിദ എനിക്ക് കറക്റ്റ് ബാറ്റർ ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അവരുടെ കോസ്റ്റ്യൂം ഞാൻ എപ്പോഴും, ഇതിന് മുമ്പ് ഒരു ഓണം ടൈമിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ എപ്പോഴും അഡ്മയർ ചെയ്യണ ഒരു കളർ കോമ്പിനേഷൻ, അവരുടെ ആ സ്റ്റൈലുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് രണ്ട് സൈഡിലെ മൂക്കുത്തി, ഇത് ഇത്രയും ലൂസ് ബാറ്റർ എടുത്തേക്കണേ. ആൻഡ് കോളിഫ്ലവർ പതിയെ ഒന്ന് സ്റ്റീം ചെയ്തിട്ടുണ്ട്. ആൻഡ് ചൂട് മാറിയിട്ട് വേണം ഈ ബാറ്ററിൽ മുക്കാൻ. ഓയിൽ നല്ല ചൂടാവണം. ഇതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇത് ഹോം മെയ്ഡ് ബാറ്ററാണ് കേട്ടോ. ഒരുമാതിരി മൊരിഞ്ഞ് കഴിയുമ്പോൾ വേണം മറിച്ചിടാനായിട്ട്. ഇത് ഇത്തിരി സൈസ് വലുതായി പോയിട്ടോ കോളിഫ്ലവർ. എപ്പോഴും ഒന്ന് മീഡിയം സൈസിൽ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യണമെന്നല്ല. ആൻഡ് മസാല ചായ, കറുവപ്പട്ട, കറയാമ്പൂ, ഏലക്ക, അതും കൂടി പാലും വെള്ളവും കൂടി ഇട്ട് തിളപ്പിക്കും. ആൻഡ് ചായപ്പൊടി. കോളിഫ്ലവർ ആയിട്ടുണ്ട്. നമ്മുടെ മസാല ചായ റെഡി. ഇതുണ്ടോ, ഭയങ്കര ക്രിസ്പിയാണ്. ഇങ്ങനെ വേണം, ഈ സൗണ്ട് വരണം, അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാന്ന് അറിയണം. അപ്പോൾ ആ ബാറ്റർ അത്രയും ലൂസായിട്ട് വേണം എടുക്കാൻ. ഒരുപാട് കട്ടിയാണെങ്കിൽ ഭയങ്കര ഒരു അപ്പം പോലെ ഇരിക്കും. ആൻഡ് കോളിഫ്ലവർ ഓവറായിട്ട് വേവാൻ പാടില്ല, അപ്പോൾ ഓയിൽ കുടിക്കും. ആൻഡ് മസാല ചായ കൊടൈക്കനാലിൽ നിന്നാണ് ഞാൻ ഏറ്റവും ബെസ്റ്റ് ഈ മസാല ചായ കഴിച്ചേക്കണേ. അവിടെ ആ ലേക്കിൻ്റെ ചുറ്റിനും. ബട്ട് ഇവിടത്തേന് അത്രയും ടേസ്റ്റ് ഉണ്ടാകുന്ന എനിക്കറിയില്ല കേട്ടോ. ബട്ട് നല്ലതാണ്. അപ്പോൾ ഈവനിങ് നമ്മൾ ജാപ്പനീസ് ഡിഷ് ഞങ്ങളിപ്പോൾ ട്രിപ്പ് പോയേക്കണ കാരണം വലിയ കൺഫ്യൂഷനില്ല. ഞാൻ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഒരു റാമൻ ബൗളാണ്, നൂഡിൽ ബൗളാണെന്ന് അറിയില്ല, അത് വെച്ച് ഉണ്ടാക്കാൻ പോണേ. ട്രിപ്പ് പോവുകയാണെങ്കിൽ ഇതുപോലത്തെ റെഡി മിക്സ് പാക്കറ്റ്സ് മേടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ മേടിക്കണേന് എന്തൊക്കെയായാലും അവിടുത്തെ ടേസ്റ്റ് ഇല്ല. ഞങ്ങൾ അന്ന് ട്രിപ്പിന് പോയ ഇച്ചിറാനൊക്കെ ബെസ്റ്റ് ഓപ്ഷനാട്ടോ. ഇച്ചിറാനും അതെ, പിന്നെ വേറെ ഏതോ ഒരു റാമൻ പ്ലേസും കൂടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഈ റെഡി മിക്സ് കിട്ടും, അതാണ് ഏറ്റവും ബെസ്റ്റ്. ടേബിൾ ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മഷ്റൂം സോട്ട് ചെയ്തു. ആൻഡ് എഗ്സ് ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചു. ഇത് കണ്ടോ, ഇത് ബോയിലിംഗ് വാട്ടറിലോട്ട് 7 minutes എഗ്സ് ആഡ് ചെയ്യാം. ആൻഡ് മഷ്റൂം, സോട്ട് ചെയ്ത മഷ്റൂം, ഷിറ്റാക്കി മഷ്റൂമാണ് വേണ്ടത്. ഞാനിതിപ്പോൾ ബട്ടൺ മഷ്റൂമാണ് എടുത്തേക്കണേ. ആൻഡ് ഫ്രൈഡ് ഗാർലിക്,
ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തു. ഇത് സ്പ്രിംഗ് അനിയൻ്റെ പച്ച കളർ ഉണ്ടല്ലോ, അതൊന്ന് നേരിയതായിട്ട് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഐസ് ബാത്ത് ചെയ്തു. പിന്നെ സോയ സോസ്, ഇത് ഞങ്ങൾ ഇന്നലെ നാസിയാനിൽ നിന്ന് മേടിച്ച സൂഷി, ഒരു ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട്. ഈ സ്പ്രിംഗ് അനിയൻ എന്തായാലും വേണം, ഈ നൂഡിൽസിൻ്റെ മേലെ ആഡ് ചെയ്യുക, ഗാർണിഷ് ചെയ്യുക. വേറെ അങ്ങനെ വെജിറ്റബിൾസ് ഒന്നും വേണ്ട. ആൻഡ് ഫ്രൈഡ് ഗാർലിക്കും എന്തായാലും വേണം. പിന്നെ മഷ്റൂം, ഞാനിപ്പോൾ മീറ്റൊന്നും ഇല്ലാത്ത കാരണം മഷ്റൂമൊക്കെ ഇടുന്നുണ്ട്. പോർക്ക് ബെല്ലിയാണ് ഏറ്റവും ബെസ്റ്റ്, അവിടെ ഞങ്ങൾ അങ്ങനെയാണ് കഴിച്ചത്. ആൻഡ് എഗ്സ്. ജാപ്പനീസും കൂഗും നിങ്ങൾക്ക് ഈസി ആയിട്ട് പാർട്ടീസിന് വേണമെങ്കിൽ പാർട്ടീസിൻ്റെ തീമാക്കാൻ നല്ല കേട്ടോ. കാരണം റാമൻ കുക്ക് ചെയ്യാൻ അത്ര വലിയ പാടൊന്നുമില്ല. പിന്നെ കുറച്ച് സൂഷി മേടിച്ച് വെക്കുക, ഇതുപോലെ ഹാഫ് ബോയിൽ എഗ്സും മഷ്റൂം ഇത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. സൂപ്പ് ബൗൾ വേണം, സ്പൂണും കൂടി വേണം, അതിവിടെ ഇല്ല, സൂപ്പിൻ്റെ സ്പൂൺ അതും വേണം. ആൻഡ് ടേബിൾ സെറ്റ് ചെയ്യാൻ ഒരു പാടുമില്ല, കുറേ ക്യാൻഡിൽസൊക്കെ വെച്ച് ബാംബൂ ടേബിൾ മാറ്റൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ.